വൈശാഖന് സമാധാനമായി. അവനൊന്നും നെടുവീർപ്പെട്ട് ഇനി പോലീസല്ല, പോലീസിൻ്റെ കുഞ്ഞമ്മ വന്നാലും തന്നെ പിടിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം അവനുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസം പോലീസ് പൊളിച്ചടിക്കുന്നേ. അവൻ മറന്നുപോയ അല്ലെങ്കിൽ ചെയ്യാൻ മറന്നു വെച്ച ഒരു കാര്യം തന്നെ അവന് കൊടുക്കുകയാണ്. എന്തായിരിക്കും അവൻ മറന്നു വെച്ച ആ സാധനം അല്ലേ? കോഴിക്കോട് ഏലത്തൂരിൽ നടന്ന ആ മരണത്തിൻ്റെ പിന്നാമ്പുറ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. വൈശാഖിൻ്റെ വർക്ക്ഷോപ്പിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അയാൾ കട ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഒരു പെൺകുട്ടി ഇങ്ങനെ നീളത്തിൽ തൂങ്ങി നിൽക്കുന്നു. ആര് കണ്ടാലും ഞെട്ടി വിറയ്ക്കത്തില്ലേ? അയാൾ നിലവിളിച്ചു. അയാളുടെ നിലവിളി കേട്ടുകൊണ്ട് അടുത്തുള്ള കടക്കാരും നാട്ടുകാരെല്ലാം ഓടിക്കൂടി. അവരും കണ്ടു ആ ഭീകരമായിട്ടുള്ള കാഴ്ച. വൈശാഖൻ പിന്നെ ആലോചിച്ചില്ല. അയാളുടെ ഭാര്യയെ വിളിക്കുവാണ്. ഭാര്യ അവിടേക്ക് ഓടിക്കൂടി. അങ്ങനെ ഇവരെല്ലാം കൂടെ താങ്ങിയെടുത്തുകൊണ്ട് കെട്ടഴിച്ചിട്ട് ആ മൃതദേഹം നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ ഇനി ആ പെൺകുട്ടിക്ക് ജീവൻ ഉണ്ടെങ്കിലോ? അത് പരീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ പെൺകുട്ടി എടുത്തിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഒരു കാര്യം ഉറപ്പിച്ചു: പെൺകുട്ടി മരിച്ചിരിക്കുന്നു. പിന്നെ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്: ഈ പെൺകുട്ടി ആരാണ്? അതിന് ഉത്തരം കിട്ടി. ഈ വൈശാഖിൻ്റെ അടുത്ത ബന്ധുവാണ്. 10-26 വയസ്സുണ്ട് ഈ പെൺകുട്ടിക്ക്. ഇനി വേറൊരു ചോദ്യം: ഈ പെൺകുട്ടിക്ക് ഒരുപാട് സ്ഥലമുണ്ട് ആത്മഹത്യ അല്ലേ? ട്രെയിൻ മുമ്പിൽ ചാടിച്ചാവാം, അല്ലെങ്കിൽ വേറെ മരത്തിൽ പോയി തൂങ്ങിച്ചാവാം. അങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങൾ ഉണ്ടായിട്ടും ഈ വൈശാഖൻ എന്ന് പറയുന്ന പാമ്പടിച്ചവൻ്റെ ആ വർക്ക്ഷോപ്പിൽ അയാളുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടി എന്തിനായിരിക്കും അവിടെ വന്ന് തൂങ്ങിയത്? അതിങ്ങനെ ആലോചിക്കുകയാണ്. ഒരുപക്ഷെ പ്രേമനിരാശ ആയിരിക്കും അല്ലേ? സ്വാഭാവികമായിട്ട് 10-26 വയസ്സുണ്ട്, കല്യാണം നടക്കുന്നില്ല, കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞവൻ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ തേച്ചതായിരിക്കാം എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് എല്ലാവരും എത്തുന്നത്. ഏതായാലും പ്രേമനിരാശ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് തൂങ്ങി മരണം തന്നെയാണ്. വേറെ പുറമേ നിന്നുള്ള സമ്മർദ്ദങ്ങളോ കാര്യങ്ങളൊന്നും ആ മൃതദേഹത്തിൽ കണ്ടതുമില്ല. അങ്ങനെ ആ ബോഡി അടക്കുകയും ചെയ്തു കേട്ടോ. ആത്മഹത്യ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും അവിടെ ഒരു ചോദ്യം പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്: ഈ പെൺകുട്ടി എന്തിനായിരിക്കാം ഈ വൈശാഖൻ എന്ന് പറയുന്ന 36 വയസ്സുള്ള വർക്ക്ഷോപ്പ് ജീവനക്കാരൻ്റെ ആ പണിസ്ഥലത്ത് വന്ന് ആത്മഹത്യ ചെയ്തത്? അതിനൊരു ഉത്തരം കാണണം. അങ്ങനെ പോലീസുകാരൻ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ഒരു റൊട്ടീൻ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തുകയാണ്. പക്ഷേ 1 മണിക്കൂറായി വൈശാഖിനെ പോലീസ് പുറത്തേക്ക് വിടുന്നില്ല. 2 മണിക്കൂറായി പുറത്തേക്ക് വിടുന്നില്ല. പോലീസ് തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തപ്പോൾ അവൻ്റെ ആ സംസാരത്തിൽ, ആ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട്, എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ. ഇപ്പോൾ പറയുന്നതല്ല, പിന്നെ പറയുന്നത്. അങ്ങനെ പോലീസ് പിന്നെ ചെയ്തത് എന്താണെന്ന് അറിയുമോ? എത്രയും പെട്ടെന്ന് തന്നെ ആ വർക്ക്ഷോപ്പ് സീൽ ചെയ്യാൻ വേണ്ടി പോലീസുകാരെ വിട്ടു. അങ്ങനെ അത് സീൽ ചെയ്തു. അവിടുത്തെ CCTV കൂടി പരിശോധിച്ചപ്പോൾ പോലീസ് പോലും നടുങ്ങിപ്പോയി. അത്രയും ഭീകരമായ ദൃശ്യങ്ങളാണ് ആ CCTVയിൽ പോലീസ് കണ്ടത്. ഇവനാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. അതുമാത്രവുമല്ല, ആ സ്ത്രീയും ഇവനും തമ്മിൽ ബന്ധം എന്താണല്ലേ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നു. മാത്രമല്ല, വ്യക്തമായിട്ടൊരു തെളിവ് ഈ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ഈ പോലീസിന് കിട്ടി. എന്തുകൊണ്ടായിരിക്കാം ഇവൻ ഈ പെൺകുട്ടിയെ കൊല്ലാനുള്ള സാഹചര്യം എന്നുകൂടി ആ ഡയറിയിൽ വ്യക്തമായിട്ട് ഈ പെൺകുട്ടി കുറിച്ച് വച്ചിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവൻ കാണിച്ച ഒരു വലിയ മണ്ടത്തരം അല്ലെങ്കിൽ ഇവൻ മറന്നുപോയ ഒരു കാര്യമാണ് ഇവനെ കൊടുക്കാൻ പോലീസിന് ഏറെ സഹായിച്ചത്. ഇവൻ ഒരുപക്ഷെ ആ കാര്യം ഓർത്തെങ്കിൽ പോലീസിന് പെട്ടെന്നൊന്നും ഇവനെ പിടികൂടാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഈ മണ്ടച്ചാർ കാണിച്ച ഒരു മറന്നുപോക്ക് പോലീസിൻ്റെ പിടിവള്ളിയായിട്ട് മാറി. ഇനി നമുക്ക് ഈ വൈശാഖിൻ്റെ കഥയിലേക്ക് വരാം. വൈശാഖ് 36 വയസ്സുള്ള സുന്ദരനും സുമുഖനും സുശീലൻ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു പയ്യനാണ്. പക്ഷേ ഇവൻ്റെ ഒരു പ്രശ്നമുണ്ട്. പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വിടത്തില്ല. ഇവന് ഫാമിലിയൊക്കെ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളൊക്കെ ഉണ്ട്. എങ്കിലും അതിലൊന്നും ഇവൻ സംതൃപ്തനല്ല. വഴി കൂടെ കാണാൻ പെണ്ണുങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇവൻ്റെ ഒരു നോട്ടവും ബഹളവും ഒക്കെ. അങ്ങനെ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന സെറ്റപ്പാണ് ഇവൻ്റെ ഒരു നയം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ പെൺകുട്ടി, അതായത് അന്ന് ഇവന് 26 വയസ്സാണ്. മധുര 17 എന്ന് പറയുന്നത് പോലെ നമുക്ക് മധുര 26 എന്ന് ഇതിന് പേരിടാം. ഈ പെൺകുട്ടി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അടുത്ത ബന്ധുവാണ്. ഈ പെൺകുട്ടി ഇവന്, ഈ വൈശാഖിന് മോളെ പോലെയാണ്. ഈ പെൺകുട്ടിക്ക് ഫിക്സിൻ്റെ അസുഖമുണ്ട്. ഇടയ്ക്ക് നിന്ന് പെടനങ്ങ് വീഴും, ഈ ചന്നി പോലൊക്കെ വരും. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും വരുന്നതൊക്കെ ഈ വൈശാഖനാണ്. എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനെ പോലെയുള്ള ഒരു കെയറിങ്ങാണ് കൊടുക്കുന്നത്. ഇവർ തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ 10 വയസ്സിനോളം വ്യത്യാസമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും മകളെപ്പോലെ തന്നെയാണ് ഈ വൈശാഖൻ കൊണ്ട് നടക്കുന്നത്. ആർക്കും ഒരു സംശയവുമില്ല. ഭാര്യയ്ക്കാണെങ്കിൽ സംശയമില്ല, നാട്ടുകാർക്ക് സംശയമില്ല, ഒരാൾക്ക് പോലും സംശയമില്ല. പ്രത്യക്ഷത്തിൽ വേറെ ഒന്നും സംശയിക്കേണ്ട ഒരു കാര്യമില്ല. അടുത്ത ബന്ധം എന്നുള്ളത് എനിക്കിവിടെ പറയാൻ പറ്റാതെ, പോക്സോ കേസായതുകൊണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അടുത്ത ബന്ധം തന്നെയാണ്. അങ്ങനെ കാലം കുറേ മുന്നോട്ട് പോയി. 10 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പെൺകുട്ടിക്ക് 26 വയസ്സായി. വൈശാഖിന് 36 വയസ്സായി. ഈ പെൺകുട്ടി പലതും കണ്ടുപിടിക്കുകയാണ്. ഇവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പെൺകുട്ടികൾ വന്നു കയറുന്നു, അത് യൂസ് ആൻഡ് ത്രോ പോലെ കളയുന്നു. അതെല്ലാം ഈ പെൺകുട്ടി സാക്ഷിയാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടി മനസ്സിലാക്കുകയാണ് തനിക്ക് വരുന്ന കല്യാണ ആലോചനകൾ മുഴുവൻ ഇവൻ മുടക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ്, നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ വഴിക്ക് വെച്ച് ആ പെൺകുട്ടിക്ക് പ്രശ്നമുണ്ട്, ചെന്നിയുടെ അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പലരെയും മടക്കി വിടുന്ന കാഴ്ചയൊക്കെ ഈ പെൺകുട്ടിക്കും അറിയാം. എങ്കിലും ഈ പെൺകുട്ടിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഇവൻ എന്തെങ്കിലും തന്നെ കെട്ടും.
ഇവന് വേറെ കുട്ടിയും ഭാര്യയൊക്കെ ഉള്ളതാ, എന്നിട്ട് പോലും ആ പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് ഇവനെ സ്നേഹിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ 26 വയസ്സായപ്പോൾ ഈ പെൺകുട്ടി ഒരു നിലപാടെടുക്കുകയാണ്, എന്നെ കെട്ടിയേ പറ്റൂ. ഇത്രയും നാളും ഞാൻ തൻ്റെ അടിമയെ പോലെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അത്രത്തോളം മിസ്യൂസ് ചെയ്തു. 16 വയസ്സ് മുതൽ ഈ 26 വയസ്സ്, അതായത് 10 വർഷത്തോളം ഈ പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെല്ലാം പെൺകുട്ടി വഴങ്ങി കൊടുക്കുകയാണ്. അങ്ങനെ 26 വയസ്സായപ്പോൾ ആ പെൺകുട്ടി ഒരു നിലപാടെടുക്കുന്നു, ഇനി ഈ പണി തുടരാൻ പറ്റില്ല, എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. ഇവൻ പ്ലേറ്റ് മാറ്റുകയാണ്. നമ്മുടെ ജഗദീഷിനെ പോലെ എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പർ ഇറക്കുകയാണ്. പെൺകുട്ടി ഇനി വേറെ ജീവിതമില്ലല്ലോ, ഇവൻ്റേതായി മാറിക്കഴിഞ്ഞു. ഇനി ഒരു വിധത്തിലും മറ്റുള്ള ജീവിതത്തിൽ ഈ പെൺകുട്ടിക്ക് പോകാനും പറ്റുന്നില്ല. ഇവൻ പറയുകയാണ്, എന്തായാലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. വളരെ വിഷമത്തോടുകൂടി ഒരു പക്കാ നായക നടനെ പോലെ അഭിനയിച്ച് തകർക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ ബന്ധം ആരും അംഗീകരിക്കത്തില്ല. അങ്ങനെ ഒരു ബന്ധമാണ് ഇവർ തമ്മിൽ. എൻ്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ കയറി കെട്ടിത്തൂങ്ങും, എൻ്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഒക്കത്തില്ല, നാട്ടുകാരെന്ത് പറയും, ഇനി നമുക്ക് എന്ത് ചെയ്യും, ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്തൊരു നിസ്സഹാവസ്ഥയായിപ്പോയി ആ പെൺകുട്ടിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഇവൻ തന്നെ ഒരു പോംവഴി പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യും, പെൺകുട്ടി ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞല്ലോ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ഇവനെ സ്നേഹിക്കുന്നത്, നമുക്കൊരു മാർഗം ചെയ്യാം. ഇവൻ പറയുകയാണ്, ആത്മഹത്യ ചെയ്യാം. ഒരുമിച്ച് ജീവിക്കാനല്ലേ പ്രശ്നമുള്ളൂ, ഒരുമിച്ച് മരിക്കാമല്ലോ, അതിനാരുടെ സപ്പോർട്ട് വേണ്ട, നമുക്ക് മരിക്കാം. ആ തീരുമാനത്തോട് ആ പെൺകുട്ടിയും അംഗീകരിക്കുകയാണ്. കാരണം ആ പെൺകുട്ടിയുടെ നിർമ്മലമായിട്ടുള്ള നിഷ്കളങ്കമായ മനസ്സാണ് അങ്ങനെ അവളെ പ്രേരിപ്പിക്കുന്നത്. പിറ്റേന്ന് ഇവനെയും കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവളെയും കൂട്ടിക്കൊണ്ട് നേരെ ആ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. വർക്ക്ഷോപ്പിൽ ആ ഷട്ടർ തുറക്കുന്നു, നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അവിടെ നടക്കുന്നത് ഇവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. എന്താ ചെയ്യുന്നറിയാമോ? പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, വന്ന പാടെ ജ്യൂസ് കൊടുക്കുകയാണ്. ജ്യൂസിൽ നല്ലതുപോലെ കൊട്ടക്കണക്കിന് ഗുളിക, മറ്റേ മയക്കുമരുന്നിൻ്റെ ഉറക്ക ഗുളിക ഉണ്ടല്ലോ, കലർത്തിയിട്ടുണ്ട്. അത് ഇവൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു. ഇവനാണെങ്കിൽ കുടിക്കുന്നത് പോലെ അഭിനയിച്ച്, ഇവൻ കുടിച്ചില്ല. കാര്യം ഇവൾ മയങ്ങിട്ട് വേണം കെട്ടി തൂക്കാൻ. ആ പെൺകുട്ടി അർദ്ധബോധാവസ്ഥയിലെ ഇനി എത്രയും പെട്ടെന്ന് തന്നെ കാര്യം നടപ്പിലാക്കണം, സമയം കളയാനില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാം പാളിപ്പോകും. ഇവനെന്താ ചെയ്ത പണിയെന്നറിയാമോ? 2 കുരുക്കിടുന്നു, ആ കുരുക്കിന് താഴെ 2 സ്റ്റൂളും പിടിച്ചിടുകയാണ്. എന്നിട്ട് ഒരേ സമയത്ത് തന്നെ ആ കുരുക്ക് കഴുത്തിലേക്ക് ഇടുന്നു. റെഡി 1 2 3 എന്ന് പറയുമ്പോൾ എടുത്ത് ചാടുന്നു. ഇതാണ് ഇവരുടെ കണ്ടീഷൻ. ഈ പെൺകുട്ടിക്ക് ഭയങ്കര പേടിയായി. അയ്യോ, എനിക്ക് അറിയാലോ, മരണം മുന്നിലേക്ക് വരുമ്പോൾ ഒരു വെപ്രാളം പരവേശം ഉണ്ടല്ലോ. ഇവൻ പിന്നെ സമാധാനിപ്പിക്കും, കുഴപ്പമില്ല, നമുക്ക് മരിച്ചല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. ആ പന്നൻ്റെ വാക്കിൽ ഈ പെൺകുട്ടി വീണ് പോവുകയാണ്. അങ്ങനെ 2 പേരും ആ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ആ സ്റ്റൂളിന് മുകളിലേക്ക് കയറുന്നു. ഈ പാവപ്പെട്ട പെൺകുട്ടി കഴുത്തിലേക്ക് ആ കുരുക്കിടുന്നു. ഇവനെല്ലാം നല്ല ബോധം നിൽക്കുമല്ലോ, ഇവനെല്ലാം കാണുന്നുണ്ട്, ഇടക്കണ്ണം മേടിച്ചതെല്ലാം കാണുന്നുണ്ട്. ഇവളുടെ കഴുത്തിൽ ആ കുരുക്ക് വീണെന്ന് ഉറപ്പായപ്പോൾ ഇവൻ ചാടി പടുക്കുമോയെന്ന് പറഞ്ഞ സ്റ്റൂളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. ഈ സ്റ്റൂൾ പെട്ടെന്ന് തട്ടി മാറ്റുകയാണ്. ഏത് സ്റ്റൂള്? ആ പെൺകുട്ടിയുടെ സ്റ്റൂൾ. ഈ പെൺകുട്ടി ഒരു പിടച്ചിലോടെ ഇങ്ങനെ കിടന്ന് ആടുന്നതെല്ലാം ആ മൃഗം കണ്ട് രസിക്കുകയാണ്. ആ രസമെല്ലാം കഴിഞ്ഞ് ഇവൻ സീരിയസ് ആയി. ഈ കയറുണ്ടല്ലോ ഇങ്ങനെ മുറുകി ഈ പെൺകുട്ടിയുടെ കാല് നിലത്ത് മുട്ടി നിൽക്കുകയാണ്. ഇവിടെയാണ് ഇവനെ നമുക്ക് മൃഗത്തോട് ഉപമിക്കേണ്ടത്. ഈ പെൺകുട്ടി വന്നപ്പോഴും ആ പണി തന്നെ ചെയ്തു, ഈ മരിച്ച് കിടക്കുമ്പോഴും അല്ലെങ്കിൽ മരിച്ച് ഈ നിൽക്കുമ്പോഴും ഈ പണി തുടരാൻ പോവുകയാണ്. എന്താണെന്ന് അറിയാമോ? ശാരീരികമായിട്ട് ലൈംഗികമായിട്ട് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ പോവുകയാണ്. ഒരു ദാക്ഷിണ്യവും ഇല്ല. ഒരു മനുഷ്യനാണോ മൃഗമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവൻ ആ പണി ചെയ്യുകയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് സംതൃപ്തനായി. എന്നിട്ട് ഇവൻ ആളെ കൂട്ടുകയാണ്. പുറത്തേക്ക് വിളിച്ച് എൻ്റെ കടയിൽ ആരോ തൂങ്ങി നിൽക്കുന്നു പറയുന്നു, ഭാര്യയെ വിളിക്കുന്നു. ആ പാവപ്പെട്ട പെണ്ണ് ഓടി വന്ന് ഇത് കാണുന്നു, ഉടനെ ബഹളം കൂട്ടുന്നു, കെട്ടഴിക്കുന്നു. 2 പേരും കൂടി നേരെ ആശുപത്രിയിലേക്ക് ഓടുകയാണ്. ഇവിടെയാണ് ഇവൻ്റെ പദ്ധതി മുഴുവൻ പാളിപ്പോകുന്നത്. അതാണ് എല്ലാം കാണുന്ന ഒരു ശക്തി മേലുണ്ടെന്ന് പറയുന്നത്. ഈ CCTV ഉണ്ട്, കൃത്യമായിട്ട് അവൻ്റെ ആ വർക്ക്ഷോപ്പിൽ CCTV ഉണ്ട്. ഇത് ഓഫ് ചെയ്യാൻ മറന്നു. അത് മാത്രമല്ല, പറ്റിപ്പോയി എങ്കിൽ തന്നെ ഈ ഹാർഡ് ഡിസ്ക് നശിപ്പിക്കുക എന്ന് ഇവൻ വിചാരിക്കുകയാണ്. CCTV പതിഞ്ഞു എന്ന് അവന് ബോധ്യമായി. ഇനി തിരിച്ചെത്രയും പെട്ടെന്ന് അവളെ ആശുപത്രി കിടന്നതിന് ശേഷം തിരിച്ചോടി വരുന്നു. ഈ ഹാർഡ് ഡിസ്ക് നശിപ്പിക്കുക എന്ന് വിചാരിക്കുന്നിടത്ത് ആ പണി പാളുകയാണ്. കാരണം അതിന് മുൻപ് തന്നെ പോലീസ് ഇവനെ സംശയിച്ച് കഴിഞ്ഞു. കാരണം ഈ മുറിയിൽ തന്നെ ഈ പെൺകുട്ടിയുടെ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിനകത്ത് ഈ പെൺകുട്ടി ഡയറിയും സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ ഡയറിയിലെ 1ാമത്തെ പേജിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വൈശാഖൻ ചേട്ടനാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഈ 10 വർഷക്കാലത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അക്കം വിട്ട് ഓരോന്നും പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട സംഭവം ഇതാണല്ലോ, തെളിവാണല്ലോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ഇവൻ പിടി വീഴുകയാണ്. തിരിച്ചളിയൻ ഓടി വരികയാണ്. അപ്പോഴത്തേക്ക് ഇതെന്തേറി പോലീസ് ഈ വർക്ക്ഷോപ്പ് സീൽ ചെയ്ത് കഴിഞ്ഞു. ഹാർഡ് ഡിസ്ക് എടുക്കാനും പറ്റിയില്ല, തെളിവ് നശിപ്പിക്കാനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. അത് മാത്രവുമല്ല, ഈ CCTV ഈ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തുന്നതും ഈ കെട്ടിത്തൂക്കുന്ന എല്ലാം, അതായത് സ്റ്റൂൾ തള്ളി മാറ്റുന്നതെല്ലാം കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കക്ഷിയെ പിടിച്ച് നമ്മുടെ ഈ വികൃതനായ അല്ലെങ്കിൽ മൃഗത്തെ പിടിച്ച് തട്ടി അകത്തിടുന്നതോടെ ഈ സംഭവത്തിന് പരിസമാപ്തി ആവുകയാണ്.
ഇവനെയൊക്കെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ മനുഷ്യമൃഗം എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ ഈ പണിയൊക്കെ ആരെങ്കിലും കാണിക്കുമോ? ചിന്തിച്ച് നോക്കി, ഒരാൾ മരിച്ചു കിടക്കുകയാണ്, ഇത്രയും നാൾ അവനെന്ന് പറഞ്ഞ് ജീവിച്ചൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയോടാണ് ഈ ഒരു കാമവെറിയൻ ഈ പണി കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വാക്ക് ഫില്ല് ചെയ്യുക, ഇവനെ മനുഷ്യമൃഗമെന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിച്ചോ. ഇവൻ എന്താ വിചാരിച്ചേക്കുന്നത്? ഇവൻ ഒരിക്കലും പിടികൂടത്തില്ലെന്നോ, ഈ തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ട് അവൻ രക്ഷപ്പെടാമെന്ന്. അത് ഈ വന്ന കാലത്ത് ഇത്രയും ആധുനികമായിട്ടുള്ള ടെക്നോളജിയൊക്കെ വികസിപ്പിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു മണ്ടത്തിലൊക്കെ ഇവൻ കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏലത്തൂരിലെ പോലീസുകാർക്ക്, പ്രത്യേകിച്ച് ആ സിഐക്ക് നമുക്കൊരു നമസ്കാരം പറഞ്ഞേ പറ്റൂ. കാരണം അദ്ദേഹത്തിന് തോന്നിയ ഒരു സംശയമാണ് ഈ കേസിന് തുമ്പായിട്ട് മാറിയത്. ആരെങ്കിലും ചിന്തിച്ചു പോകും, ഒരു പെൺകുട്ടി ഒരു കാര്യവുമില്ലാതെ ഒരാളുടെ പണിസ്ഥലത്ത് വന്ന് ആത്മഹത്യ ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ചെയ്യത്തില്ല അല്ലേ? ഒന്നുകിൽ അയാളുടെ ഒരു വൈരാഗ്യം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരാൾ ഇങ്ങനെ ചെയ്യത്തില്ല. ആ സംശയമാണ് ഈ കേസിന് തുമ്പായിട്ട് മാറിയത്. പിന്നെ അവർ ചടപടാന്ന് പറഞ്ഞ് ആ CCTV പരിശോധിക്കുന്നു. CCTVയിൽ ഈ മണ്ടച്ചാർ കാണിച്ച പണി മുഴുവൻ അതിനകത്തുണ്ട്. അതുമാത്രമല്ല, ആ പെൺകുട്ടി ഡയറിയിൽ കൃത്യമായിട്ട് ഇവരെയുള്ള തെളിവും ഉണ്ടായിരുന്നു. ഇതെല്ലാം അവനെ പൂട്ടാനുള്ള ഒരു കാരണമായിട്ട് മാറി. പളിയൻ സുഖവാസ കേന്ദ്രത്തിലാണ്, അവിടെ അങ്ങ് ഈ ഇങ്ങനെ പോലെ കിടക്കുന്ന ആ സ്ഥലത്ത്. എന്തായാലും നമുക്കൊരു വലിയ പാഠമുണ്ട്. ഏത് കുറ്റകൃത്യമായാലും അവസാനം നമ്മൾ അവശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളാൽ അവശേഷിപ്പിക്കപ്പെടുന്ന ഒരു സാധനം തുമ്പായിട്ട് മാറും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ടത്തിലൊന്നും കാണിച്ച് സ്വന്തം ജീവിതവും സമാധാനവും ഒന്നും ആരും കളയില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ? നന്ദി, നമസ്കാരം.